ഓക്കേ. സെന്റർ കട്ടായി അറിയാം. ടിഷ്യൂ കട്ട് ചെയ്തതിന് ശേഷമാണ് അത് ഓർത്തത്. ഇന്നൊരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ കഥയായാലോ? എന്താ കഥ? പൈനാപ്പിൾ ജ്യൂസ് സിമ്പിളല്ലേ എന്ന് പറഞ്ഞ് ഒറ്റ വെട്ട് നടുക്ക് വെച്ച്. പിന്നെ പൈനാപ്പിൾ കയ്യിലും ഇരിക്കുന്നില്ല, ചെത്താനും പറ്റുന്നില്ല. എൻ്റെ ദൈവമേ, പൈനാപ്പിൾ തന്നെ വിചാരിച്ച് കാണും ഈ കൊച്ചെന്നെ കൊല്ലയാണെന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു അതിന് ഞാൻ പെടുത്തിയ പാട്, അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് വിട്ടുകൊടുത്തില്ല അതിനെ. അങ്ങനെ വെട്ടുന്നു, ഇങ്ങനെ വെട്ടുന്നു, എങ്ങനെയൊക്കെയോ വെട്ടുന്നു, ആർക്കറിയാം. എന്നാലും ഞാൻ തോറ്റു തരില്ല എന്നുള്ള വാശിയിൽ വെട്ടിലോട് വെട്ടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ചെറുപറ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെറിയ ചെറിയ പീസസ് ആക്കുന്നു, എടുക്കുന്നു, വയ്ക്കുന്നു. എന്നാ സ്പീഡ്! ആ സ്പീഡ് സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അത്ര സ്പീഡ്. എൻ്റെ ഒരു കഴിവേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പുതിയ ജ്യൂസർ എത്തിയിട്ടുണ്ട്. ഈ ജ്യൂസറായിരുന്നു ഇന്നത്തെ ഈ പൈനാപ്പിൾ ജ്യൂസിന് മെയിൻ കാരണക്കാരൻ. വലിയ കാര്യത്തിന് നിറച്ചിട്ടിട്ട് അടിക്കാൻ നോക്കുകയാണ്. ടിങ്! തീർന്നു, അതിൻ്റെ കഥ കഴിഞ്ഞു. എല്ലാം പോച്ച് എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ കൊല്ലും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ദൈവദൂതനെ പോലെ എത്തിയിരിക്കുകയാണ് ആൾ. ഒന്നും നോക്കിയില്ല, തിരിച്ചെല്ലാം എടുത്തു. എന്നിട്ട് പറയാം, സ്മോൾ പീസസ് ആക്കി ഇടിയെന്ന്. ഓക്കെ, ശരി, സമ്മതിച്ചു. അപ്പോൾ നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ്. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് റെഡി. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്താൽ എന്തേ? അങ്ങനെ ഞാൻ വലിയ ആളായി ജ്യൂസ് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.